ടീച്ചേഴ്സ്. ഇന്ന് പ്രോനൗൺസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ട വീഡിയോയിൽ ഉള്ള ടോപ്പിക്സിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് ചെയ്യുന്നത്. നൗണിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് പ്രോനൗൺ എന്നതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ? വളരെ ബേസിക് ആയിട്ടുള്ള, നമുക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളൊക്കെ വളരെ ചെറുതിൽ അല്ലേ, 1ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അവരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നൗൺ എന്താണ്, പ്രോനൗൺ എന്താണ് എന്നുള്ളതൊക്കെ. എന്നാൽ നമ്മുടെ കേരള സിലബസിലേക്ക് വരുമ്പോൾ 8ാം ക്ലാസ് മുതൽ വളരെ വിശദമായി തന്നെ എന്താണ് പ്രോനൗൺ, പലതരത്തിലുള്ള പ്രോനൗണുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സോ ഒരു എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിലും അതോടൊപ്പം തന്നെ പ്രോനൗൺസിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ഉപയോഗിക്കുവാനും എഴുതുമ്പോഴും ഒക്കെ ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് പ്രോനൗണിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. നൗൺ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രോനൗൺ എന്താണ് എന്നാണ്. What do you mean by pronoun? Pronoun is a word which can be used instead of a noun. ഒരു നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പ്രോനൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Pronouns are words that are used instead of nouns to avoid their repetition. Yes, there are many pronouns. I'll teach you 5 pronouns in this video. First one is personal pronoun. Second one is reflexive pronoun. Third one is interrogative pronoun. Fourth one, relative pronoun. And the fifth one, indefinite pronouns. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 5 പ്രോനൗണുകൾ. ഓരോന്നിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഈ പ്രോനൗണിനെ കുറിച്ച് പറയുമ്പോൾ നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. എപ്പോഴും നമുക്ക് നൗൺ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അത് ഭംഗിക്കുറവാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു നാമത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ പ്രോനൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, നമ്മൾ പേഴ്സണൽ പ്രോനൗൺ എന്താണ് എന്നാണ് ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് പേഴ്സണൽ പ്രോനൗൺ? സോ whenever we speak to any person about some persons or some things, right? So we have thus 3 persons. Which are they? First person, second person and third person. What do you mean by this first person? First person means the person who speaks. Second person means the person being spoken to. ആരാണോ സംസാരിക്കുന്നത് അയാളാണ് ഫസ്റ്റ് പേഴ്സൺ. ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അയാളാണ് സെക്കൻഡ് പേഴ്സൺ. ഇനി ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും കൂടി സംസാരിക്കുമ്പോൾ ആരെ കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് അതാണ് തേർഡ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ these are very important. First person, second person and third person. Third person means the person or thing which is spoken of. ആരെ കുറിച്ചാണ് ഈ 2 വ്യക്തികൾ പറയുന്നത് അതാണ് തേർഡ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Yes, different words are used for this. Different words are used for these 3 persons. So we can see mainly 7 words. Which are they? Yes, here they are. They include
I, we, you, he, she, it, and they. So, they are called personal pronouns. Is it clear for you? Yes, it's very easy. And now, these personal pronouns are used as subjects. സാധാരണയായി I, we, you, he, she, it, they ഇതൊക്കെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ടാണ് ഒരു സെന്റൻസിൽ ഉപയോഗിക്കുക. സബ്ജക്റ്റ് ആയിട്ട് മാത്രമല്ല, അതിന് മറ്റ് ഫോംസും കൂടിയുണ്ട്. Each forms are used for different purposes. So some forms show possession while others are used as objects. ചിലത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും, ചിലത് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും, ചിലത് ആയിട്ട് ഉപയോഗിക്കും പൊസിഷൻസ് കാണിക്കാൻ, ഉടമസ്ഥത കാണിക്കാനായിട്ടും ഉപയോഗിക്കും. ഇങ്ങനെ നമ്മൾ പ്രോനൗൺസിനെ 3 ഫോംസ് ആയിട്ടാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു, പ്രോനൗൺസ് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, പ്രോനൗൺസ് പൊസിഷൻസ് എന്നുള്ള ഫോമിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോനൗൺസ് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് പ്രധാനമായിട്ടുള്ള പ്രോനൗൺസിന്റെ 3 ഫോംസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന തരത്തിൽ ഒരു ചെറിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. What are the uses of these persons? It is given subject, object and possession. All these 3 persons can be used for or used as subjects, possession and objects. Now, the singular form of all these 3 persons and the plural forms of all these 3 persons. All these things are given in this table. You can go through it very carefully. I is singular first person, used as a, or we can use it as a subject. I, first person singular. How can you use it as an object? Me. Me means first person object. First person possession, what is it? Yes, mine. Mine. These 2 words can be used as first person possession form. I hope you got it. When it comes to plural, what is the first person plural? Yes, we. And object form, us. And possession form, our, ours. And second person singular is you. Plural is also same, you. And object form, again for both plural and singular it is you. No change. And when it comes to possession, your, yours. It is also same for both singular and plural. Now we will move on to the third person singular. Third person singular, he, she, it. Third person plural, they. Object form, third person singular, him, her, it. And when it comes to plural, them. Forms of possession in singular third person, his, her, hers, its. Plural, their and theirs. I hope you have understood the table well. Now we will be moving on to the different kinds of pronouns. First we already discussed, that is personal pronoun. The second one is reflexive pronoun. What do you mean by
റിഫ്ലെക്സീവ് പ്രോനൗൺ. റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഐ, myself, we, ourselves, you, yourself, you, yourselves, he, himself, she, herself, it, itself, they, themselves. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫോംസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്താണ് ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? സെൽഫ് അല്ലെങ്കിൽ സെൽസ് എന്നീ വാക്കുകളിൽ അവസാനിക്കുന്ന ഏതാനും പ്രോനൗണുകളാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇവ സാധാരണയായി ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ആ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റിനെ റെഫർ ചെയ്യാനാണ്, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്യാനാണ്. ഇപ്പോൾ രണ്ട് രീതിയിലാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, മുന്നമേ സൂചിപ്പിച്ചിട്ടുള്ള സബ്ജക്റ്റിനെ റെഫർ ചെയ്യുക. രണ്ടാമത്തേത്, ആ സബ്ജക്റ്റിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ആ സബ്ജക്റ്റിനെ റെഫർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കതിന് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്നും, എംഫസൈസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കതിനെ എംഫാറ്റിക് പ്രോനൗൺ എന്നും വിളിക്കാവുന്നതാണ്. ഇവിടെ റിഫ്ലെക്സീവ് പ്രോനൗൺസിന് ചില ഉദാഹരണങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. I injured myself. They will enjoy themselves. These pronouns are used as objects. And they refer back to the subject. So they are called reflexive pronouns. Well, when the self pronouns used to lay stress on the nouns used before them are called emphatic pronouns. So, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എംഫസൈസ് ചെയ്യാൻ, ഊന്നൽ കൊടുക്കാൻ വേണ്ടി, ഒരു സബ്ജക്റ്റിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അതൊരു എംഫാറ്റിക് പ്രോനൗൺ ആയി മാറുന്നത്. അതിനുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. I myself shall do it with my own hands. The ball itself fell down. So ഈ വാക്കുകളിൽ എംഫാറ്റിക് പ്രോനൗൺസ് ആയിട്ടാണ് സെൽഫ് അല്ലെ സെൽസ് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് വളരെ എളുപ്പമുള്ളതാണ്, ശ്രദ്ധിക്കണം. ഇന്ററോഗേറ്റീവ് പ്രോനൗൺസ്. ഈ ഇന്ററോഗേറ്റീവ് പ്രോനൗൺസിൽ പ്രധാനമായും 5 പ്രോനൗൺസ് ആണുള്ളത്. ഏതൊക്കെയാണവ? യെസ്, വാട്ട്, വിച്ച്, ഹൂ, whom and whose. ഇത് സാധാരണയായി നമ്മളൊരു സെന്റൻസിന്റെ ആദ്യം ഉപയോഗിക്കുമ്പോൾ ആ സെന്റൻസ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആയി മാറും. What do you mean by interrogative sentence? Yes, interrogative sentence എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ അഥവാ questions. So പ്രധാനമായും 5 interrogative pronouns ആണ് ഇംഗ്ലീഷിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. What makes you laugh? Which of the two is better? Who brought my slate? Whom do you want to see? Whose is this book? These are all used as interrogative pronouns. Now the next pronoun is relative pronoun. അതും ഈ 5 pronouns തന്നെയാണ്, പക്ഷെ ഉപയോഗിക്കുന്ന പൊസിഷൻ വ്യത്യാസമുണ്ട്. ഒരു സെന്റൻസിന്റെ ആദ്യം മേൽപ്പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 5 പ്രോനൗൺസ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് ഇന്ററോഗേറ്റീവ് പ്രോനൗൺസ് ആയി മാറുന്നത്. എന്നാൽ ഇതേ 5 പ്രോനൗണുകൾ ഒരു സെന്റൻസിന്റെ മധ്യത്തിലായി ഉപയോഗിച്ച് അവയെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്കതിനെ റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് വിളിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺസ്: വാട്ട്, വിച്ച്, ഹൂ, whom and whose. Here are some examples for you. This is what I want. Here what is used as a relative pronoun. See the second sentence. This is the pen which I gave you. Which is a relative pronoun. Here is a child who stole my book. Who is used as a relative pronoun. This is the girl whom
all love. Who, relative pronoun. This is the man whose son is ill. Whose is another relative pronoun. So now the last one is indefinite pronouns. What do you mean by indefinite pronouns? എന്താണ് indefinite pronouns? Indefinite pronouns നൗണിന് പകരം തന്നെ ഉപയോഗിക്കുന്ന pronouns ആണ്. പക്ഷേ അതൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള നൗണിനെ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ indefinite pronouns എന്ന് വിളിക്കുന്നത്. So here is a list of commonly used indefinite pronouns. Everybody, everyone, everything, everywhere. Anybody, anyone, anything, anywhere. Somebody, someone, something, somewhere. Nobody, no one, nothing, nowhere. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ കൂടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ വേർബ് ആയിരിക്കും. അതെപ്പോഴും ഓർത്ത് വെക്കുക. ചില മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഇംഗ്ലീഷ് ഗ്രാമർ ഭാഗത്ത് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആവുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ വേർബ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഓർത്തിരിക്കുക, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ കൂടെ എപ്പോഴും സിംഗുലർ വേർബ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. Air is present everywhere. Somebody has bolted my door from outside. There's nothing bad in doing so. Do you want to buy anything from this shop? So all these are indefinite pronouns. So this is all about today's class. You have learned about pronouns and 5 kinds of pronouns, and it is very helpful for you to write the exams. You have to learn it. This is one of the basic structures in English. So കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ so please point it out in the comment box below. So അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.